അച്ചു ഇന്നെന്താ പരിപാടി? നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അടിപൊളി, നോക്കാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ചെമ്മീന്, തക്കാളി, അതേപോലെ അതിലേക്ക് വേണ്ട പൊടികളാണ് ഇത്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ മെയിനായിട്ട് സവാള. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ. പാന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീനെ തിളച്ച എണ്ണയിലേക്ക് ഇടുന്നുണ്ടേ. സ്പെഷ്യലാണോ ഇത്? സ്പെഷ്യലി എന്ന് പറഞ്ഞാല് എല്ലാം ആയിക്കൊള്ളാൻ പറ്റൂലേ? എല്ലാം നമുക്കൊരു സ്പെഷ്യൽ ആക്കാം. ഇതിന്റെ എല്ലാ കഴിവും പുറത്തെടുക്കണേ. നന്നായിട്ട് പൊരിയട്ടെ. അതാ അടിപൊളി. നമുക്ക് ഇതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. അതെ അതെ, ആ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി പണിയും കൂടി ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ എണ്ണയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സവാള, നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാള എണ്ണയിലേക്ക് ഇട്ട് വഴറ്റാം. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളെ പൊടികളെല്ലാം നേരത്തെ പറഞ്ഞ എല്ലാ പൊടികളും പെരിഞ്ജീരകം അടക്കം അതിലേക്ക് ഇടുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതെന്താ തീരാത്ത? പിന്നെയുണ്ട്, ഇനിയുണ്ട്. തക്കാളി കഴിഞ്ഞു. ഒരു കഷ്ണം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പണി. വഴറ്റി നല്ല തക്കാളിയെല്ലാം ഉടഞ്ഞ് അതിൻ്റെ മിക്സ് ആട്ടെ. അതാ ഇനി നമ്മളെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെമ്മീൻ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. ചെമ്മീൻ്റെ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് കറിവേപ്പില ഇട്ട്. നിങ്ങൾക്ക് അതിനൊരു വിഷമം വേണ്ട, കുറച്ചിരിക്കട്ടെ. ആയിക്കോട്ടെ. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? അതാ ഒന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്കൊരു സന്തോഷം ഇരിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഇനി അടുത്തൊരു ഫുഡ് ഐറ്റം